മുൻപരിചയമില്ലെങ്കിൽ അയാൾ ഭാർഗവാന്ന് വിളിച്ചപ്പോ താൻ എന്തിന് അയാളുടെ കൂടെ പോയി? ചിലപ്പോ അയാൾക്ക് എന്നെ പരിചയം കാണുമായിരിക്കും. അങ്ങനെ ആര് വിളിച്ചാലും താൻ കൂടെ ചെല്ലുവോ? അയാള് മനഃശാസ്ത്രത്തിലൂടെ എന്നെ എന്തോ ചെയ്തപ്പോ. അല്ലല്ലോ, എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പരസ്പരമുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത്. ഒരു പോലീസുകാരനായിരുന്ന ഞാൻ ഈ ഇടപാടിലേക്ക് വന്നത് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെയാ. തനിക്കറിയോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധനവാൻ ആരാണെന്ന്? ഒരു മുൻ മന്ത്രിയാ. ബിനാമികളുടെ പേരിലും അല്ലാതെയും അയാൾ സമ്പാദിച്ചു കൂട്ടിയത് 5000 കോടിയോ 10,000 കോടിയോ? കണക്ക് കൂട്ടുക ദുഷ്കരമാണ്. അങ്ങനെ എത്ര മന്ത്രിമാർ, എത്ര രാഷ്ട്രീയക്കാർ, അവരുടെയൊക്കെ കീഴിൽ ഒരു പീറ പോലീസുകാരനായി വീർപ്പുമുട്ടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാ നാർക്കോട്ടിക് സെല്ലിൽ എത്തുന്നത്. അങ്ങനെ തന്നെ പറ്റി അറിഞ്ഞു, കഞ്ചാവിനെ പറ്റി അറിഞ്ഞു, അവിടെ മറിയുന്ന കോടികളെ പറ്റി അറിഞ്ഞു. ആദ്യം ശത്രുവായിരുന്ന താൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. തന്നെ വിശ്വസിച്ച് പല പദ്ധതികളും ഞാനിട്ടു. 20 കോടിയായി ഇപ്പൊ തൊളിച്ചു കളഞ്ഞത് വിച്ചേക്കില്ല ഞാൻ. ജോസഫ് മാത്യുവിന്റെ ഗതി അറിയാവല്ലോ തനിക്ക്. ആ കേസിൽ തന്നെയാ പോലീസിന് സംശയം. അതുകൊണ്ട് നാട്ടിൽ ഇനി ചുറ്റിത്തിരിയാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. കാട്ടിൽ എന്തൊക്കെ സന്നാഹങ്ങൾ വേണമെന്ന് പറഞ്ഞോ, പോയത് തിരിച്ചു പിടിക്കണം എത്രയും വേഗം. എനിക്ക് കുറച്ച് സാവകാശം. എന്ത്? ഞാൻ ഊട്ടിന്ന് വരിക. ആണോ? എങ്കിൽ ഊട്ടിയിലേക്ക് തന്നെ മടങ്ങിക്കോ. ഈ അർദ്ധരാത്രി ഇങ്ങോട്ടെന്തിനു വന്നു?